ബിഷപ്പ് വൈനിൻ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി കരസ്ഥമാക്കുന്ന ടീമിന് കുറ്റിയാങ്കൽ റബ്ബർ നഴ്സറി പാല ആൻഡ് ഭരണങ്ങാനം സ്പോൺസർ ചെയ്യുന്ന 50,001 രൂപ സമ്മാനമായി ലഭിക്കുകയാണ്. അവരോട് സഹകരിച്ചുകൊണ്ട് നമുക്കും സ്വയം നിയന്ത്രിതരായി മത്സരങ്ങളിൽ പങ്കെടുക്കാം. ഇപ്പോൾ നടക്കുന്ന ബൈബിൾ ടാബ്ലോ മത്സരങ്ങൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ ആഘോഷം സോദര ചിന്തകൾ ഒന്നായി ചേർന്നോരാഘോഷം ഇത് പാലക്കാരുടെ ആഘോഷം. ബൈബിൾ ടാബ്ലോ ദൃശ്യങ്ങൾ വീഥിയുടെ ഇരുവശങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് ശ്രദ്ധയോടെ വീക്ഷിക്കാം. വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി നമ്മെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് ഈ ടാബ്ലോ മത്സരത്തിന്റെ വിജയത്തിനായി ഒത്തൊരുമയോടെ പരിശ്രമിക്കാം. വിലപിടിച്ച സാധനങ്ങളും കൊച്ചുകുട്ടികളെയും മറ്റും കരുതലോടെ സൂക്ഷിക്കുവാനായി പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. കുരിശുപള്ളി ജംഗ്ഷനിലേക്ക് കടന്നു വരികയാണ്. വിലപിടിച്ച സാധനങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്ന കാര്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ വിലപിടിച്ച സാധനം നിലത്തു നിന്നോ മറ്റോ ലഭിക്കുകയാണെങ്കിൽ അവരുടെ സന്തോഷത്തെ എടുത്തിക്കളയാതിരിക്കുവാനായി നമുക്ക് ആ വസ്തുക്കൾ ജൂബിലി ആഘോഷ തിരുനാൾ കമ്മിറ്റി ഓഫീസിൽ എത്തിക്കുവാനായി ശ്രദ്ധിക്കുമല്ലോ. ഇതാ ജൂബിലി ആഘോഷത്തിന് മാറ്റുകൂട്ടിക്കൊണ്ട് പൈലറ്റ് വാഹനം ഈ കുരിശുപള്ളി ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിന്റെ തൊട്ടു പിന്നിലായി ചെസ് നമ്പർ 1 അവതരിപ്പിക്കുന്ന ബൈബിൾ ടാബ്ലോ മത്സര ഇനം കുരിശുപള്ളി ജംഗ്ഷനിലേക്ക് കടന്നു വരികയാണ്. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ബൈബിൾ ടാബ്ലോ മത്സരം ഈ കുരിശുപള്ളി ജംഗ്ഷനിലേക്ക് കടന്നു വരികയാണ്. ബൈബിൾ ടാബ്ലോ മത്സര ഇനം കുരിശുപള്ളി കവലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏറ്റവും മുൻപിലായി വലിയ സദനം ശ്രീ സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള അനുസ്മരിച്ചുകൊണ്ട് കാത്തു നിൽക്കുന്ന ആയിരങ്ങൾക്ക് മധുര പലഹാരങ്ങൾ വാരി വിതറിക്കൊണ്ട് സാന്താക്ലോസ് നമ്മുടെ മുൻപിലൂടെ കടന്നു പോവുകയാണ്. ഇതാ ചെസ് നമ്പർ 1 കുരിശുപള്ളി കവലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ജ്ഞാനസ്നാനത്തിന് ശേഷം പരസ്യ ജീവിതത്തിന് മുൻപായി 40 ദിവസം
40 ദിനരാത്രങ്ങൾ അവിടുന്ന് മരുഭൂമിയിൽ ഉപവാസത്തിൽ കഴിഞ്ഞു. ഉപവാസത്തിനു ശേഷം പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് യേശുവിനെ പരീക്ഷിക്കുവാനായി സാത്താൻ 3 കാര്യങ്ങൾ യേശുവിനോട് ആവശ്യപ്പെട്ടു. അതില് 3-ാമത്തെ ഇനമാണ് പിശാചിന്റെ പരീക്ഷണത്തില് 3-ാമത് കാര്യമാണ് ടെസ്റ്റ് നമ്പർ 1 ബൈബിൾ ടാബ്ലോയില് ആദ്യമായി അവതരിപ്പിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ അന്വർത്ഥമാക്കിക്കൊണ്ട് ടെസ്റ്റ് നമ്പർ 1 അവതരിപ്പിക്കുന്ന ബൈബിൾ ടാബ്ലോ മത്സരം ഇതാ കുരിശുപള്ളി മുൻപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട യേശുവിന്റെ കൽപ്പനയനുസരിച്ച് ദൂരെ പോകുന്ന സാത്താന്റെ ദൃശ്യം അവതരിപ്പിച്ചുകൊണ്ട് ടെസ്റ്റ് നമ്പർ 1 ഇതാ ഈ കുരിശുപള്ളി ജംഗ്ഷനിലൂടെ തങ്ങളുടെ ബൈബിൾ ടാബ്ലോ മത്സര ഇനം അവതരിപ്പിച്ച് മുൻപോട്ട് പോവുകയാണ്. ടെസ്റ്റ് നമ്പർ 1 അവതരിപ്പിക്കുന്ന യേശുവിനെ പരീക്ഷിക്കുന്ന സാത്താന്റെ ദൃശ്യം ഇതാ ഈ ബൈബിൾ ടാബ്ലോ മത്സരത്തിന് 1-ാമതായി കുരിശുപള്ളി ജംഗ്ഷനിലൂടെ കടന്നു പോവുകയാണ്. വലിയ വാഹനങ്ങളെ കടത്തിവിടുന്നതിനായി കുരിശുപള്ളി ജംഗ്ഷനില് ട്രയാങ്കിളിന്റെ സ്നാപക യോഹന്നാനിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുവാനായി എത്തിയ ഈശോയുടെ മാമോദീസ ദൃശ്യം അവതരിപ്പിച്ചുകൊണ്ട് ചെസ് നമ്പർ 2 അവതരിപ്പിക്കുന്ന ബൈബിൾ ടാബ്ലോ മത്സര ഇനം ഇതാ കുരിശുപള്ളി ജംഗ്ഷനിലേക്ക് കടന്നു വരികയാണ്. വലിയ വാഹനങ്ങളിൽ കടന്നു വരുന്ന ഈ ബൈബിൾ ദൃശ്യ അവതരണ ദൃശ്യങ്ങളെ കൃത്യമായി കടന്നു പോകുന്നതിനുള്ള വീതി ഒരുക്കി നമുക്ക് സുഗമമായി മത്സരങ്ങൾ മുൻപോട്ട് പോകുന്നതിനായി സൗകര്യമൊരുക്കാം. സന്തോഷത്തോടെ ദർശിച്ചുകൊണ്ട് ഈ ബൈബിൾ ദൃശ്യ അവതരണ മത്സരങ്ങളില് ഭാഗഭാക്കുകളാകാം. അന്നൊരിക്കൽ യേശു ഗലീലയിലെ നസ്രത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു. സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ചെസ് നമ്പർ 2 അവതരിപ്പിക്കയിലേക്ക് ഇറങ്ങി വരുന്നപ്പോൾ 40 ദിവസങ്ങൾ മോശയെ കുറിച്ച് അറിവൊന്നുമില്ലാതിരുന്ന ജനങ്ങൾ തങ്ങൾക്ക് ആരാധിക്കുന്നതിനായി ഒരു ദൈവത്തെ വേണമെന്ന് ജോഷുവയോട് ആവശ്യപ്പെട്ടപ്പോൾ ജോഷുവയുടെ നിർദ്ദേശപ്രകാരം കാളക്കുട്ടിയെ സ്വർണത്തിൽ നിർമ്മിച്ച് ജനങ്ങൾ ആരാധിക്കുവാൻ തുടങ്ങി. ഈ രംഗം കണ്ട മോശ ദൈവം നൽകിയ കൽപ്പനകൾ വലിച്ചെറിയുന്ന ആ ദൃശ്യമാണ് ചെസ് നമ്പർ 3 ഈ ബൈബിൾ ദൃശ്യാവതരണ വേളയിൽ അവതരിപ്പിക്കുക. ബൈബിൾ ടാബ്ലോ മത്സരത്തിൽ 3-ാമത് മത്സര ഇനം ഇതാ കുരിശുപള്ളി ജംഗ്ഷനിലേക്ക് കടന്നു വരികയാണ്. മോശ സീനായി മലയിൽ നിന്നും 10 കൽപ്പനകളുമായി ഇറങ്ങി വരുന്ന ദൃശ്യമാണ് ചെസ് നമ്പർ 3 അവതരിപ്പിക്കുക. അവന്റെ കോപം ആളിക്കത്തി, അവൻ കൽപ്പലകകൾ വലിച്ചെറിഞ്ഞ് മലയുടെ അടിവാരത്തിൽ വെച്ച് അവ തകർത്തു കളഞ്ഞു. ചെസ് നമ്പർ 3 അവതരിപ്പിക്കുന്ന മോശ സീനായി മലയിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ 10 കൽപ്പലകളുമായി ഇറങ്ങി വരുന്ന മോശ കാളക്കുട്ടിയെ ആരാധിക്കുന്ന ജനതയെ കണ്ട് കുപിതനായി കൽപ്പലകകൾ വലിച്ചെറിയുന്ന ദൃശ്യം അവതരിപ്പിക്കുന്ന ചെസ് നമ്പർ 3 ഇതാ കുരിശുപള്ളി ജംഗ്ഷനിലൂടെ മുൻപോട്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങളെ അന്വർത്ഥമാക്കി നടത്തുന്ന ഈ ബൈബിൾ ദൃശ്യാവതരണം നമുക്ക് ശ്രദ്ധയോടെ വീക്ഷിക്കാം. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എന്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ.
ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. ഒരു നിർദ്ദേശം ശ്രദ്ധിക്കുക. മാർ ശ്രീവ മെഡിസിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന ആംബുലൻസ് ഈശോ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്നു. പീലാത്തോസ് കറയറ്റവനായ യേശുവിനെ മരണത്തിന് വിധിക്കുന്നു. ബൈബിൾ ടാബ്ലോ മത്സരത്തിൽ വലിയ സാങ്കേതിക ബുദ്ധിമുട്ടോടെ സജ്ജീകരിച്ചിരിക്കുന്ന പീലാത്തോസ് ഈശോയെ മരണത്തിന് വിധിക്കുന്ന ദൃശ്യമാണ് ചെസ് നമ്പർ 5 ഇവിടെ അവതരിപ്പിക്കുക. 4ാമത് രംഗം മുൻപോട്ട് കടന്നുപോയാൽ ഉടനെ തന്നെ 5ാമത് രംഗം കുരിശുപള്ളി ജംഗ്ഷനിൽ നിന്ന് മുൻപോട്ട് പോകും. 5ാമത് ബൈബിൾ ടാബ്ലോ ഇനമായി അവതരിപ്പിക്കുന്നു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 24-ാം വാക്യത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് പീലാത്തോസ് ഈശോയെ മരണത്തിന് വിധിക്കുന്നു. അവനെ ക്രൂശിക്കുക. ബഹളം വർദ്ധിക്കുന്നതല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ലെന്ന് മനസ്സിലാക്കിയ പീലാത്തോസ് വെള്ളമെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, അത് നിങ്ങളുടെ കാര്യമാണ്. കല്യാണ വിരുന്നിന് വീഞ്ഞു തീർന്നുപോയ അവസരത്തിൽ പരിശുദ്ധ കന്യകയുടെ നിർദ്ദേശപ്രകാരം കുടുംബനാഥനായി സൗകര്യമൊരുക്കി കൊടുക്കുന്ന പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കുന്ന ഈശോയുടെ ആദ്യ അത്ഭുതം ഇതാ ബൈബിൾ ടാബ്ലോ മത്സരത്തിന്റെ 6ാമത് ഇനമായി ഇവിടെ അവതരിപ്പിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ അന്വർത്ഥമാക്കിക്കൊണ്ട് ഇതാ ചേർപ്പിക്കുന്ന രംഗം ഇതാ കുരിശുപള്ളി ജംഗ്ഷനില് എത്തിച്ചേർന്നിരിക്കുകയാണ്. 40 ദിനരാത്രങ്ങൾ ദൈവത്തോടൊപ്പം സീനായി മലമുകളിൽ കഴിഞ്ഞ മോശെ തനിക്ക് ലഭിച്ച ദൈവിക പ്രമാണങ്ങൾ 2 കൽപ്പലകളിലായി കുറിച്ച് താഴേക്ക് ഇറങ്ങി വരുന്ന ദൃശ്യമാണ്. ഈ സമയത്ത് ജനങ്ങൾ കാളക്കുട്ടിയെ ആരാധിക്കുന്നത് കണ്ട് കുപിതനായ മോശയുടെ രംഗം അവതരിപ്പിച്ചുകൊണ്ട് ചെസ് നമ്പർ 7 അവതരിപ്പിക്കുന്ന ബൈബിൾ ദൃശ്യം പുറപ്പാടിന്റെ പുസ്തകം 32-ാം അധ്യായം 15 മുതൽ 19 വരെ വാക്യങ്ങളെ അന്വർത്ഥമാക്കിക്കൊണ്ട് നമ്പർ 8 അവതരിപ്പിക്കുന്ന യേശുവിനെ കുരിശിൽ തറയ്ക്കുന്ന രംഗം ഇതാ അവതരിപ്പിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ അന്വർത്ഥമാക്കിക്കൊണ്ട് അവതരിക്കുന്ന ഈ ദൃശ്യം നമുക്ക് ശ്രദ്ധയോടെ വീക്ഷിക്കാം. അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായ ക്രേനക്കാരൻ ശിമയോൻ നാട്ടിൻപുറത്തു നിന്ന് വന്ന് അതിലെ കടന്നു പോവുകയായിരുന്നു. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറൂസലമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവനോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുകയും എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. ചെസ് നമ്പർ 9 അവതരിപ്പിക്കുന്ന ഈശോ ദേവാലയം ശുദ്ധീകരിക്കുന്ന രംഗം ദൃശ്യമായി അവതരിപ്പിച്ചിരിക്കുന്ന ബൈബിൾ ദൃശ്യ ഇനം ഇതാ കുരിശുപള്ളി ജംഗ്ഷനില് ബൈബിൾ ടാബ്ലോ മത്സര ഇനങ്ങൾ ഇതാ കുരിശുപള്ളി ജംഗ്ഷനിൽ നിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ച് ഇതിന്റെ സ്നേഹമസൃണമായ ആ ദൃശ്യം ഇതാ പറുദീസായിൽ നിന്നും പുറത്താക്കപ്പെടുന്ന മനുഷ്യന്റെ ആദത്തിന്റെയും ഹവ്വായുടെയും ദൃശ്യമായി ചെസ് നമ്പർ 10 ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള വാക്യം ഹവ്വ എന്ന് വിളിച്ചു. കാരണം അവൾ ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ്.
ദൈവമായ കർത്താവ് പാപം ചെയ്ത പാപിനിയായ സ്ത്രീയെ കല്ലെറിയുവാനായി എത്തിയ യഹൂദന്മാരെ നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് ശാസിച്ച യേശുവിന്റെ ദൃശ്യം അവതരിപ്പിച്ചുകൊണ്ട് പാപിനിയായ സ്ത്രീയും ഈശോയും അവതരിപ്പിക്കുന്ന ബൈബിൾ ദൃശ്യ ഇനമിത ഈ കുരിശുപള്ളി ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്തു പറയുന്നു? ഇത് അവരിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യേശുവാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. ബൈബിൾ ടാബ്ലോ മത്സരത്തിൽ 11ാമതായ ഇനമായി ഇതാ പാപിനിയായ സ്ത്രീയെയും യേശുവിനെയും അവതരിപ്പിച്ചുകൊണ്ടുള്ള പാപിനിയെ കല്ലെറിയുവാനായി കടന്നു വരുന്ന യഹൂദരെ അനുസ്മരിപ്പിച്ചുകൊണ്ടുള്ള ദൃശ്യം ശ്രദ്ധിക്കുക. 2 വീലർ ഫാൻസി ഡ്രസ് മത്സരം CYML സംഘടിപ്പിച്ച് കുറുമുണ്ടയിൽ ജുവലറി സ്പോൺസർ ചെയ്തിരിക്കുന്ന 2 വീലർ ഫാൻസി ഡ്രസ് മത്സരമാണ് ഇനി കടന്നു വരിക. വിവിധ ഇനങ്ങൾ കൃത്യമായ അകലം പാലിച്ച് ഒന്നിനു പിറകെ ഒന്ന്